നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കല്യാണിയോട് കിരൺ പറഞ്ഞു, അതെ, ഞാൻ ആ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് വരട്ടെ, നീ അകത്തേക്ക് പൊയ്ക്കോ കല്യാണി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അല്ലേ കിരണേട്ടാ, ഇനിയിപ്പോ ആ ഗംഗാപ്രസാദ് ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടായിരിക്കോ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങി. കല്യാണിക്ക് പ്രത്യേകിച്ച് സംശയം തോന്നിയില്ല. കല്യാണി അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്താണ് ഭാനുമതിയമ്മ അങ്ങോട്ട് വരുന്നത്. ഭാനുമതിയമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇനിയിപ്പൊ അവര് ഈ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതുകൊണ്ട് സമാധാനം ആകുമോ അമ്മൂമ്മേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിൽ ചെന്ന് കയറിയാൽ നമുക്ക് മനസ്സമാധാനക്കേടാ, പിന്നെയും പ്രശ്നങ്ങളൊക്കെ അല്ലേ. കാരണം ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ടെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഭാനുമതിയമ്മയെ ഓർത്ത് വിഷമിക്കുകയാണ്. ആ സമയം കിരൺ നേരെ രതീഷിന്റെ വേലുവിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് പറഞ്ഞു. അല്ല, ഇനി ഇവന് ജീവനെങ്ങാനും ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചു. ജീവനൊന്നും ഉണ്ടായിരിക്കില്ല, അവന്റെ കാര്യത്തിന് ഒരു തീരുമാനം എത്തിയതാന്ന് പറഞ്ഞു. പക്ഷെ വേലുവിന് വിശ്വാസം വന്നില്ല. വേലു ചെന്നിട്ട് ആ പാക്കെട്ടിനിട്ട് കുറെ തൊഴിയെ കൊടുക്കണം. അപ്പൊ പായക്കകത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുവായിരുന്നു അവന്റെ ബോഡി. എന്നാലും വേലുവിന് അങ്ങോട്ട് ഒരു വിശ്വാസം വരാത്ത പോലെ വീണ്ടും പോയി ചവിട്ടും തൊഴിയെ കൊടുക്കണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, വേണ്ടടാ, അവൻ ചത്തു കഴിഞ്ഞാ ഇനി അവൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് രതീഷ് ചോദിച്ചു, അല്ല സാറേ, ഇനി എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ടിലല്ലേ കാറ് കിടക്കുന്നേ, ഞാൻ കാർ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരാം, ബോഡി കയറ്റാം, ബോഡി കയറ്റിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അല്ല, അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യാനാണോ? അതെ, അവിടെ കൊണ്ടുപോയി കുഴിച്ചിടണം ബോഡി. അല്ല, അതിന്റെ ആവശ്യമുണ്ടോ കിരൺ സാറേ? വേറെ എവിടെയെങ്കിലും വല്ല പുഴയിലും എവിടെയെങ്കിലും ഒക്കെ കെട്ടിത്താത്തിയാ പോരെ? അതൊന്നും ശരിയാകത്തില്ല. കാരണം അങ്ങനെ താത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ബോഡി ചിലപ്പോൾ പൊങ്ങും, പിന്നെ അത് പ്രശ്നമാവുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സദ്യ കഴിച്ചിട്ട് വിട്ടോളാൻ പറഞ്ഞു, ഞാൻ വണ്ടിയും എടുത്തോണ്ടിരാന്ന് പറഞ്ഞു. അല്ല, സദ്യ കഴിക്കാനൊക്കെ ഞങ്ങൾ നിൽക്കണോ? നിൽക്കണം രതീഷേ, അല്ലെ ചിലപ്പോൾ കാദംബരിക്ക് വല്ല സംശയം തോന്നും, അതുകൊണ്ട് സദ്യ കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് അറിയാലോ, ഇവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കല്യാണിക്ക് എല്ലാവർക്കും സംശയം തോന്നും. അല്ല കിരൺ സാറേ, എങ്ങാനും സംശയം തോന്നി അവർ പിടിച്ചാലോ നമ്മളെന്ന് ചോദിക്കുകയാണ്. അല്ല, അവരിങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല, കാരണം അവർക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട രതീഷേ, നല്ലൊരു കാര്യം തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വെയില് പറഞ്ഞു, അത് ശരിയാ, നീ സാറെ കാര്യമല്ലേ പിന്നെ തീർക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാർ എടുത്തോണ്ട് വരാം. ഇനിയിപ്പോ കാർ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ അച്ഛനും ഹരിയേട്ടനൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അവരുണ്ടെങ്കിൽ അവരെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് കാർ എടുത്തോണ്ട് വരാനായിട്ട് ഇങ്ങോട്ട്, അല്ലെ അവർ ചോദിക്കുമെന്ന് പറയണം. അങ്ങനെ ഒടുവില് കിരൺ ഫ്രണ്ടിലേക്ക് പോയി. അപ്പൊ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോയി ചുറ്റും നോക്കണം ആരെങ്കിലും ഉണ്ടോന്ന്. ഭാഗ്യത്തിന് അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിരൺ കാറെടുത്ത് പുറയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് രതീഷും വേലു ഒക്കെ സഹായിച്ച് കിരണും കൂടെ കൂടിച്ചേർന്ന് അവന്റെ ബോഡി ഡിക്കിയിലേക്ക് കയറ്റുവാണ്. അങ്ങനെ ഡിക്കി ബോഡി കയറ്റി കഴിഞ്ഞിട്ട് കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാറ് ഫ്രണ്ടിൽ കൊണ്ടിടാം, നിങ്ങൾ പോയി സദ്യ കഴിച്ചിട്ട് പോരെ, സദ്യ കഴിച്ചിട്ട് വന്ന് വണ്ടി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രതീഷ് ചോദിച്ചു, അല്ല കിരൺ സാറേ, അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം നിർബന്ധമുണ്ടോ? കൊണ്ടുപോകണം, അവിടെ തന്നെ കൊണ്ടുപോയി കുഴിച്ചിടണം, അല്ലെങ്കിൽ അവന്റെ ബോഡി വേറെ എവിടെയെങ്കിലും പൊങ്ങിയിട്ടുണ്ട്, അത് ശരിയാകത്തില്ല, അറിയാലോ. ഇവൻ കോടി ക്രിമിനലൊക്കെയാ, ശരി തന്നെ, പക്ഷേ എങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട് ക്രിമിനലുകളെ പുണ്യാളന്മാരാക്കുന്നവര്. ചിലപ്പോ ബോഡി പൊങ്ങിയിട്ടുണ്ടെ പറയും, അതെ, അവന് എത്ര വലിയ നല്ലവനായിരുന്നു അറിയാവോ, എന്നിട്ട് അവനെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇറങ്ങും, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, ഇവരെ പുണ്യാളനാക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നമുക്ക് അവിടെ തന്നെ പോയി കുഴിയെടുത്ത് കാര്യങ്ങളൊക്കെ നടത്താം, പിന്നെ കുഴിയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ് രതീഷിനോടും വേലുവിനോടും. അപ്പോഴേക്കും വേലു പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടാക്കാൻ പറഞ്ഞു. എന്നാ ശരി, ഞാൻ കാർ കൊണ്ട് ഫ്രണ്ടിലിടാം, നിങ്ങൾ സദ്യ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കിരൺ കാർ കൊണ്ട് ഫ്രണ്ടിലിട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അവര് സദ്യ കഴിച്ചിട്ട് വന്ന് കാർ എടുത്തോണ്ട് പോകാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കിരൺ രതീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, പോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ഒരു കാര്യമുണ്ട്, അതെ, ചെന്ന് കഴിയുമ്പോഴത്തേനും ഗേറ്റൊക്കെ അടച്ചതിന് ശേഷം വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്, പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കണമെന്ന് പറഞ്ഞു. അവിടേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം, അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നേ. കല്യാണി വന്നിട്ട് ചോദിച്ചു, കിരണേട്ടാ, ഇത് എന്തെടുക്കും അവിടെ? എല്ലാവരും സദ്യ കഴിച്ചൊക്കെ കഴിഞ്ഞു, കിരണേട്ട സദ്യ കഴിക്കാൻ വരുന്നില്ലെന്ന് ചോദിച്ചു. കഴിക്കാൻ വരാൻ കല്യാണി, അതെ, കാർത്തികേച്ചിക്ക് പോകാനുള്ള സമയമായി, കിരണേട്ട ഇങ്ങനെ മാറുന്ന എങ്ങനെ ശരിയാവുന്നേ? കല്യാണിക്ക് അറിയാലോ അവനിവിടെ എത്തിയിട്ടുണ്ടോന്നൊക്കെ ഞാൻ വീക്ഷിക്കുമായിരുന്നു. കിരണേട്ട, അവനിവിടെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി. എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ വെറുതെ ഇവിടെ വന്ന് നിൽക്കുവോ, മണ്ഡപത്തിലേക്ക് കയറി വരത്തില്ലേ
എന്തേലും ചെയ്യത്തില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കയറി വരാനുള്ള ധൈര്യമൊന്നും അവനില്ല. അവൻ ഇവിടെ എവിടെയെങ്കിലും പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പരിസരമൊക്കെ വീഴ്ച ഇവിടെ വന്നേ. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ കുറച്ചു മുമ്പ് തന്നെ ലക്ഷ്മിയമ്മയും കാർത്തേച്ചിയൊക്കെ ചോദിച്ചോളൂ കിരണേട്ടൻ എവിടെയെന്ന്. ഞാൻ പറഞ്ഞു പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കിരണേട്ടൻ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നത്തില്ലേ? ഞാൻ വന്നോളാം, നീ പോയിക്കോളാൻ പറയണ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് കിരണേട്ട. ഇനിയിപ്പോൾ കാർത്തികേച്ചിയും ദിലീപേട്ടനൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുന്നൊരു പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ പറയണേ. ഒരപകടം സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവരൊക്കെ പോകാൻ റെഡിയാവുമല്ലേ, നീ അങ്ങോട്ടേക്ക് ചെല്ല, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് കിരണ. പിന്നീട് കല്യാണി നേരെ കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല കിരൺ മോൻ എന്തിയെന്ന് ചോദിച്ചു. ഇപ്പം തന്നെ കിരണേട്ടൻ വരും പുറത്തുണ്ടെന്ന് പറയണം. പാവം, ശരിക്കും അതുള്ളതുകൊണ്ടാ ഈ കാര്യങ്ങളൊക്കെ ഇത്ര മംഗളകരമായിട്ട് നടന്നേ. ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ ജോലിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് നോക്കുമല്ലായിരുന്നോ ഗംഗാപ്രസാദ് എങ്ങോട്ടേക്കെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു, ശരിയാ, പക്ഷെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവൻ ഞങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കല്യാണി പറഞ്ഞു, അതൊന്നും ഓർത്ത് കാർത്തിയേച്ചി ഇനി വിഷമിക്കൊന്നും വേണ്ട. ഒരു കാരണവശാലും അവൻ വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ കിരണേട്ടൻ? കിരണേട്ടൻ ഇനി എന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മി അമ്മ പറഞ്ഞു, പാവം കിരൺ മോന് ശരിക്കും കിടന്ന് കഷ്ടപ്പെട്ടു ഈ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും ആഹാരം പോലും കഴിക്കാൻ വന്നില്ലോ എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. പിന്നീട് കാർത്തിയോട് പറഞ്ഞു, കാർത്തിയേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കാർത്തി പറഞ്ഞു, എനിക്ക് എന്തോ പാറായി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമം. എന്തിനാ സങ്കടപ്പെടുന്നേ? ഇതേ ആഗ്രഹിച്ച് നടന്നല്ലേ കല്യാണം? അതെ, ആഗ്രഹിച്ച് നടന്നു തന്നെയാ. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കല്യാണം നടന്നെന്നുള്ള കാര്യം. കാരണം ഈ കല്യാണം അത്ര എളുപ്പമൊന്നും നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഇനി പേടിക്കേണ്ട കാർത്തിയേച്ചി, അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. ദിലീപേൻ്റെ കൂടെയല്ലേ, നല്ല സ്നേഹമുള്ള ആളാ. പിന്നെ ചേച്ചിക്ക് ഞങ്ങളെ കാണണമെന്നോ വീട്ടിലേക്ക് വരണമെന്ന് പോലും തോന്നത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ അവിടെ ചെന്നാലും അധികം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോകണ്ട. അറിയാലോ ആ ഗംഗാപ്രസാദ് അവൻ എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പേടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ? ഒരിക്കലും അങ്ങനെ പേടിച്ചിരിക്കാനൊന്നും പറ്റില്ല. അവനെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേണു അങ്ങോട്ട് വന്നു. ദിലീപിന്റെ അമ്മ, ആഹാ ഇറങ്ങുന്നില്ലേ, ഇവിടെ നിൽക്കുകയാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു, ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു, മോൾക്ക് നല്ല സങ്കടമുണ്ട്. എന്തിനാ സങ്കടപ്പെടുന്ന എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. അവിടെ വന്നാലും മോളോട് പോരെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കാനൊന്നും ആരുമില്ല എന്ന് പറയണം. ആകപ്പാടെ ഞാനും അവനൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പോരെ, മോൾക്ക് അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ രേണു പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ അറിയും. ഇപ്പൊ തന്നെ ഓരോരുത്തരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നേ മോളുടെ ദിലീപിന്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഞാൻ നേരിട്ടോളാം, മോളാന്ന് ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നന്നായി ഇറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാർത്തിക ലക്ഷ്മിയമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, എന്തിനാ ചേച്ചി സങ്കടപ്പെടുന്നേ? അടുത്തല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യമൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കാർത്തിയെ സമാധാനിപ്പിച്ച് കല്യാണി. അതേ സമയത്ത് പ്രകാശനും ദിലീപും ഒക്കെ സംസാരിക്കണം. പ്രകാശൻ ദിലീപിനോട് പറഞ്ഞു, അതെ ഒറ്റമോളാന്നറിയാലോ ലക്ഷ്മിക്ക്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്ര താമസിക്കണമെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെ പാവം എൻ്റെ മോള്, എത്രമാത്രം അവള് സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിസാര ആളെയൊന്നും അല്ല നിനക്ക് കിട്ടിയിരിക്കുന്നത്. കാർത്തിക ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ ഇവിടെയൊക്കെ ഫേമസ് ആന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അത് ശരിയാ, കാരണം കുറഞ്ഞ നാളുകളായിട്ടുള്ളൂ കേരളത്തിൽ കാർത്തിക ഫുഡ് പ്രൊഡക്ട്സ് തുടങ്ങിയിട്ട്, പക്ഷെ എന്നാലും ഫേമസ് ആന്ന് പറയണം. ദിലീപ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, എന്നെ എന്താണെങ്കിലും ബിസിനസ്സിലേക്ക് വരാണ്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കാർത്തിക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു, നല്ലൊരു കാര്യമല്ലേ മോനെ, നല്ല രീതിയിൽ തന്നെ ബിസിനസ് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു പക്ഷേങ്കിൽ അത് എൻ്റെ മോളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇത്ര ഉയരത്തിൽ അവൾക്ക് എത്താനായിട്ട് സാധിച്ച ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടാവും മോനെ, അവിടെ ചെന്നാലും സൂക്ഷിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഗംഗാപ്രസാദ് പിന്നാലെ എങ്ങാനും വരുവോ, അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, അവൻ ഇനി വന്ന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവന് ഏറ്റവും വലിയ അടിയല്ലേ കിട്ടിയിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്.
അപ്പോഴേക്കും കാർത്തികയും കൊണ്ട് ലക്ഷ്മിയമ്മയെ കല്യാണി അവരേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ദേ മോള് വന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയം രേണു പറഞ്ഞു, മോൾക്ക് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനതുകൊണ്ടാണ് ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് പോകാനുള്ള സമയമായല്ലോ. കാരണം അമ്മയും അനുജത്തിയൊക്കെ പിരിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കേട്ടപ്പം ദിലീപ് പറഞ്ഞു, ഇനി പേടിക്കൊന്നും വേണ്ട, എൻ്റെ കൂടെയല്ല വരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞ, കാര്യമൊക്കെ കാര്യമാടാ മോനെ, എന്നാലും അമ്മയും അനുജത്തിയൊക്കെ പിരിയാന്ന് പറഞ്ഞാൽ ഏതൊരു പെൺമക്കൾക്കും കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. അങ്ങനെ അവരെയൊക്കെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ യാത്ര പറയുവാണ്. കാർത്തികയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നപ്പോഴത്തേന് ലക്ഷ്മി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇടയ്ക്ക് വരാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വിടുവാണ്. അങ്ങനെ അവർ യാത്രയായി കഴിയുമ്പോഴത്തേനും പ്രകാശനും ഒക്കെ സങ്കടമായി. കാരണം കല്യാണം നടക്കാന്ന് പറഞ്ഞൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ വീട് വിട്ടു പോകാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സമയത്ത് കല്യാണി കിരണിനെ നോക്കുന്നുണ്ട്. കിരണിനെ അവിടെ കാണുന്നില്ല. കിരണായിട്ട് ഇത് എവിടെ പോയേക്കുക? അല്ലെങ്കിൽ ഇവിടെ കാണണ്ടാണല്ലോ. ചിലപ്പോൾ പുറത്തിങ്ങനെ ഗംഗാപ്രസാദ് എങ്ങാനും ഉണ്ടോ, വരുന്നുണ്ടോ, എങ്ങനെയൊക്കെ നോക്കുമായിരിക്കും എന്നൊക്കെ മനസ്സിലോർത്തിങ്ങനെ കല്യാണി ആശ്വസിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.